അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ ഞങ്ങൾ ബാവലി മക്കാമിലാണുള്ളത്. വയനാട്ടിൽ മാനന്തവാടിയൊക്കെ കഴിഞ്ഞ് ഏകദേശം കർണാടക ബോർഡർ അടുത്തുള്ളൊരു വലിയ പ്രസിദ്ധമായൊരു മക്കാമാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമുക്ക് ചെറിയൊരു ആശയം ഇങ്ങനെ തോന്നി. എന്താണെന്ന് വെച്ചാൽ മക്കാമുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സന്ദർശിക്കുക, അപ്പോൾ മഹാന്മാരെ കൂടുതൽ അറിയുക, അവരുടെ ഒരു ചരിത്രങ്ങൾ, അവർ നാട്ടിലുണ്ടാക്കിയ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പൊതുവേ ഇങ്ങനെ അറിയുമ്പോൾ നമ്മളെ പ്രേക്ഷകരോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു. ഇപ്പോൾ റബീസ്ത നമ്മളെ കൂടെ ഉണ്ട്, ബാക്കി രണ്ടാൾക്കാരൊക്കെ ഉണ്ട്. ഓലെ അഭിപ്രായമൊക്കെ നമുക്ക് തേടണം ഇൻഷാ അല്ലാ. ആദ്യമായിട്ട് എങ്ങനെയാണ് റബീസ്ത ഇപ്പോഴത്തെ ഒരു കാലത്ത് നമുക്ക് ഈ മക്കാമുകളിൽ സിയാർത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ ഒരു സുഖവും ഒരു ആത്മീയാനുഭൂതിയും അല്ലാതെ ഇപ്പോൾ പൊതുവിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഉള്ളൊരു സുഖം എന്നുള്ളത് ഒന്ന് കുട്ടികൾ നമ്മളെ ഇപ്പോഴത്തെ യുവതിൻ്റെ അവസ്ഥ അറിയാലോ, അതൊരു നിലക്ക് അതിന് ആത്മീയമായിട്ടുള്ള സുഖം അതാണ് ഏറ്റവും മനസ്സിന് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് ആത്മീയമായിട്ടുള്ള സുഖത്തിലൂടെയാണല്ലോ. സിയാറത്ത് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ മനസ്സിന് കിട്ടുന്ന ഒരു റാഹത്ത്, പ്രത്യേകിച്ച് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒന്നും അല്ലാതിരുന്ന അങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നിട്ട് ദീനുൽ ഇസ്ലാം വളർത്തിയെടുത്ത് അതിന് ഇവിടെ മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ ഒന്നും ഭേദം തന്നെ. ഇവിടെ ഇപ്പോൾ ഇവർ പറയുന്നത് കേട്ടു, ഇവിടുത്തെ ഉറൂസിന് ഈ ആണ്ട് നേർച്ചയുടെ സമയമാകുമ്പോൾ കൂടുതൽ മുസ്ലിമീങ്ങളെക്കാളും നേർച്ചകളും എല്ലാം കൊണ്ടുവരുന്നത് അമുസ്ലിമീങ്ങളാണ്. അപ്പോൾ ആര് നിലക്ക് വെച്ച് നോക്കുമ്പോൾ ഇവർ ഈ നാട്ടിലുണ്ടാക്കിയെടുത്തൊരു മതസൗഹാർദ്ദവും ഈ ഇസ്ലാം വളർത്തിയെടുക്കാൻ വേണ്ടി ഇവർ ചെയ്ത ഓരോ ത്യാഗങ്ങളും അതിന് ഇവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നവരോ അവർ ഒരുപാട് ദർജകൾ ഉയർന്ന സ്ഥലത്തെത്തിയ ആളുകളാണല്ലോ. അപ്പോൾ ഇവരെ വന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാനസികമായ ഒരു അനുഭൂതി വേറെ തന്നെയാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇവരൊക്കെ ഒരുപാട് ചെയ്തവരാണ്. അപ്പോൾ അവരൊരു ഗുരുത്വം, ഇവിടുത്തെ ഒരു പൊരുത്തം, ഒരു നോട്ടം, ഇവരൊരു തിരുനോട്ടം, ഇവരുടെ മതം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവാന്നുള്ളൊരു ഇതാണ്. അപ്പോൾ നമുക്ക് മാത്രമല്ല ഇവിടുത്തെ ബാവലി എന്ന് പറയുമ്പോൾ ബാവ അലി എന്ന മഹാന്റെ പേരിലാണ് ഒരു നാട് അറിയപ്പെടുന്നത്. അതെ, അങ്ങനെ ഇവിടെ ഉണ്ടാക്കിയ ഒരു സ്വാധീനം അല്ലേ ഈ ഒരു നാടൻ അറിയപ്പെടുന്നത്. ഈ ഒരു ബാവലി ഈ ഇവിടുത്തെ മഹാൻ ബാവ അലി എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു ഇവരുടെ നാമത്തിലാണ് ഈ നാടൻ അറിയപ്പെടുന്നത്. നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് അഹമ്മദാബാദിൽ, അതേപോലെ മുറാദാബാദ്, മുസാഫർ നഗർ, അങ്ങനെ ഒരുപാട് നഗരങ്ങൾ നമുക്കൊന്നും ഇനിയിപ്പോൾ ഈ പേര് മാറ്റങ്ങളിലൂടെ അതൊന്നും നമുക്ക് മറക്കാൻ പറ്റൂല. ഒരുപാട് പേരാരും മാറ്റിയാലും അതെ, പണ്ട് കാലത്തെ നമ്മളൊരു സംസ്കാരമാണ് അത് അടയാളപ്പെടുത്തുന്നത്. അതെ, നിസാമുദ്ദീൻ ദർഗയിലേക്ക് അത് നമ്മളൊരു സംസ്കാരത്താണ് അടയാളപ്പെടുത്തുന്നത്. ഒരു വിദ്വേഷങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അതൊരു നാട്ടിലെപ്പോഴും സൗഹാർദ്ദം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പ്രയത്നിച്ച ഇസ്ലാം അങ്ങനെയാണല്ലോ വളർത്തിയത്. പിന്നെ വാളുകൊണ്ടോ കുന്തം കൊണ്ടോ ഒന്നും അല്ലല്ലോ. അപ്പോൾ ഇവരടുത്തൊക്കെ എത്തിയിട്ട് നമ്മൾ സിയാറത്ത് ചെയ്താൽ നമുക്ക് മനസ്സിന് അതിൻ്റെതായ റാഹത്തും സന്തോഷമൊക്കെ കിട്ടും. ഇതൊക്കെ നിലനിൽക്കണം, സിയാറത്തുകളൊക്കെ എപ്പോഴും ചെയ്യണം. അതിലൂടെ നമുക്ക് നല്ലൊരു ഒരു ആത്മീയമായ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ യുവാക്കൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വെറും കൊലയും മാത്രമുള്ള ഒരു സമയമാണ്. ഇപ്പോൾ നമ്മൾ നോമ്പ് 2-നാണ്. ഏകദേശം നമ്മളെ ഷഹബാസിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഇന്നലെ പോയി സന്ദർശിച്ച് വളരെ വിഷമമാണ്. അപ്പോൾ ഒന്നാമത് ചില ആത്മീയത കുറഞ്ഞു വരികയാണ് ആളുകളിൽ. ആത്മീയത തീരെയില്ല, ഒന്നിനും ഒരു വിശ്വാസമില്ല. നമ്മൾ മരിച്ചു പോകണോ അല്ലെങ്കിൽ ഒരു മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചൊന്നും ഓർമ്മയില്ല. അതുകൊണ്ട് നമ്മളെ യുവാക്കളൊക്കെ എന്ത് ചെയ്യുക, ഇടയ്ക്ക് തന്നെ നമ്മൾ അടുത്തുള്ള ഈ അടുത്തായിട്ട് അതിൽ ഏറ്റവും മാറ്റം ഈ 1-ാം ലോകം 2-ാം ലോകം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു തരംതിരിക്കുന്നത് പോലെ കൊറോണൻ്റെ ബിഫോറും ആഫ്റ്ററുമാണ് നമ്മളെ നാടിനെ ഇങ്ങനെ ആക്കി മാറ്റിയത് എന്നുള്ളത്. കാരണം ഓൺലൈനിലൂടെ പിന്നെ യുക്തിവാദം, ഈ ലിബറൽ ചിന്തകളൊക്കെ വല്ലാതെ കടന്നുകൂടി. ക്ലബ് ഹൗസിലൊക്കെ അത്തരം ചർച്ചകളൊക്കെ വല്ലാതെ കടന്നു കയറി. ഓരോരുത്തർക്കും അവരുടെ ഈ യുക്തിവാദം, നിരീശ്വരവാദമൊക്കെ എല്ലാവരെയും തലയിൽ അടിച്ചു കയറി തീർച്ചയായിട്ടും ഫിറ്റായി പോയതാണ്. അപ്പോൾ അതിലൂടെയാണ് ഞാനൊന്ന് ചോദിക്കട്ടെ, അത്തരം വിഷയങ്ങളിൽ ഉദാഹരണത്തിന് കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഉസ്താദ് നമ്മളെ നഫീസ് ഉമ്മാൻ്റെ ഒരു വിഷയം വന്നപ്പോൾ ഈ യുക്തിവാദവും എല്ലാ വാദക്കാരും നിരീശ്വരവാദക്കാരൊക്കെ വന്നിട്ട് വല്ലാതെ അതെന്താണ് ഉമ്മാക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കണ്ടേ. എന്നാലും ഞാൻ ചോദിക്കട്ടെ, ഇവരേതെങ്കിലും ഒരാൾ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു അരാജകത്വം നടന്നപ്പോൾ, ഈ ഒരു കൊല നടന്നപ്പം ആരെങ്കിലും അന്നിപ്പോൾ ആരെയും കാണുന്നില്ല. അവരൊക്കെ ലക്ഷ്യം ഇസ്ലാമാണ്. ഒരു യുക്തിവാദായാലും നിരീശ്വരവാദായാലും അതല്ലാത്തവനായാലും അവർക്കൊക്കെ ടാർഗറ്റ് ഇസ്ലാമാണ്. എന്തായാലും ഇത്തരത്തിലുള്ളതിനൊക്കെ ഒരു ആശ്വാസം എന്നുള്ളതിലേക്ക് യുവാക്കളൊക്കെ നല്ല എന്താ പറയുക, ഈ സിയാറത്തുകളിലേക്ക് കൂടുതൽ അടുക്കുക. ഈ സൂഫിധാര നമ്മൾ തന്നെ വേണം, പക്ഷെ അത് നമ്മളെ മഹാന്മാരും ഉസ്താദുമാരും നിർദ്ദേശ റൂട്ടിലൂടെ ആവും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നേരത്തെ നമ്മളെ അടുത്തുള്ള മടവൂരായാലും അതുപോലെ കുണ്ടൂർ, മമ്പുറം,
പാറപ്പള്ളി സ്ഥലങ്ങളിലൊക്കെ അവയിലത്ത് ഒക്കെ നമ്മളെല്ലാവരും പറ്റുന്ന ആളുകളൊക്കെ സിയാറത്ത് ചെയ്യുക. അപ്പോൾ ഒരു സിയാറത്തിലപ്പുറം ആ മഹാന്മാർ എന്താണ് നമ്മുടെ നാട്ടിൽ ചെയ്തു പോയത് അതെ അതെ അതെ. അവരെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മളെ മാറ്റം നമുക്ക് എന്തായാലും അല്ലാഹു തആല സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ആമീൻ.